കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മളപ്പോൾ അയോധ്യകാന്ഡം 2-ാം സർഗത്തിൽ നമ്മൾ 26-ാമത്തെ ശ്ലോകം കൂടി നമ്മൾ ചെയ്തുല്ലോ. അപ്പം അതിൽ എന്താ പറയണ വസിഷ്ഠൻ വെച്ചാൽ, എനിക്ക് അങ്ങ് ഗുരുവും ഞാൻ ഗുരുവും അങ്ങ് ശിഷ്യനും എന്നൊക്കെ ഉള്ളത് വെറും ഒരു പ്രഹസനം അത്രയേ ഉള്ളൂ. കാരണം അങ്ങ് ലോകത്തിൻ്റെ തന്നെ പിതാക്കന്മാരായിട്ടുള്ള പ്രജാപതിമാരായിട്ടുള്ള കശ്യപാദി പ്രജാപതികളുടെ ഒക്കെ മുത്തശ്ശനാണ്, പിതാമഹനാണ് അങ്ങ് അല്ലേ. കാരണം ബ്രഹ്മാവിൻ്റെയും കൂടിയും സൃഷ്ടികർത്താവാണല്ലോ. അതുകൊണ്ട് ഞാനിത് ഗുരു അങ്ങ് ശിഷ്യൻ എന്നൊക്കെ ഉള്ളത് വെറും ഒരു പ്രഹസനം. ഇനി നമുക്ക് 27, 28, 29 ഒന്നിച്ചാണ്. അന്തര്യാമി ജഗദ്യാത്ര വാഹകസ്ത്വമഗോചര ശുദ്ധസത്വമയം ദേഹം ധൃത്വാ സ്വാധീന സംഭവം. 28 മനുഷ്യ ഇവ ലോകേസ്മിൻ ഭാസിത്വം യോഗമായയാ പൗരോഹിത്യമഹം ജാനേ വിഗർഹ്യം ദുഷ്യജീവനം. ഇക്ഷ്വാകൂണാം കുലേ രാമ പരമാത്മാ ജനിഷ്യതേ ഇതി ജ്ഞാതം മയാ പൂർവം ബ്രഹ്മണാ കഥിതം പുരാ. അഗോചരഃ മീൻസ് എന്താണ്? ഇന്ദ്രിയങ്ങളൊക്കെ വിഷയം അല്ലാത്തത്. ഇന്ദ്രിയങ്ങൾക്കും വാക്കിനും ഒക്കെ ഇപ്പം ഗോ പറഞ്ഞ വാക്കെന്ന് അർത്ഥമുണ്ടല്ലോ. പിന്നെ ഗോചരം അഗോചരം കാണാൻ കഴിയാത്തതെന്ന്, അതായത് ഇന്ദ്രിയങ്ങൾക്കൊന്നും വിഷയമല്ലാത്തവനും ഇന്ദ്രിയങ്ങളാൽ പ്രാപിക്കാൻ കഴിയാത്തവനും അന്തര്യാമി, നമ്മുടെ എല്ലാം ഹൃദയഗുഹയിൽ വസിക്കുന്നവനും ജഗദ്യാത്രാവാഹക ജഗത്തു, അതായത് ഈ ലോകത്തിൻ്റെ യാത്രയെ നടത്തുന്നവനും ആയ, അതായത് ലോകം മുമ്പിലേക്ക് നീങ്ങണത് തന്നെ ഭഗവാന്റെ ഇതുകൊണ്ടാണല്ലോ. ത്വം അങ്ങുന്ന് സ്വാധീന സംഭവം, സ്വാധീനമായ സംഭവത്തോടു കൂടിയതും ശുദ്ധ സത്വമയം ദേഹം, ശുദ്ധസത്വ സ്വരൂപിയാണല്ലോ. അതെ, ശുദ്ധ സത്വഗുണം മാത്രം സ്വീകരിച്ചെടുത്ത ദേഹമാണല്ലോ. ധൃത്വ ധരിച്ചിട്ട് യോഗമായ കൊണ്ട് അസ്മിൻ ലോകെ ഈ ലോകത്തിൽ മനുഷ്യ ഇവ ഭാസി, ഒരു മനുഷ്യൻ എന്ന പോലെ അങ്ങ് ഇപ്പോൾ അവതരിച്ചിരിക്കുകയാണ് അല്ലേ. ഭാസി പ്രകാശിക്കണമെന്ന്. പൗരോഹിത്യം പുരോഹിത ഭാവം വിഗർഹ്യ, ഞാനൊരു പുരോഹിതൻ്റെ ഭാവത്തിൽ വിഗർഹ്യം ചാലോ നിന്ദ്യവും ദൂഷ്യജീവനം, ദുഷിക്കത്തക്ക ഒരു ജീവൻ, ഒരു എന്താ പറയുക, ഒരു ജീവിതോപായ മാർഗത്തോടു കൂടിയും ജാനി ഞാൻ അറിയുന്നു. ഞാനാണെങ്കിൽ ഒരു ഗുരു എന്നുള്ളൊരു ഉദര പൂരണത്തിന് വേണ്ടിയിട്ട് ഒരു ഗുരുവായിട്ട് അങ്ങയുടെ, ഇതൊക്കെ വെറും ഒരു പ്രഹസനാണ്. പരമാത്മാവ് ഇക്ഷ്വാകൂണാം കുലേ, ഇക്ഷ്വാകു വംശത്തിലെ ഇതി പുരാ ബ്രഹ്മണോ കഥിതം എന്ന് പണ്ട് ബ്രഹ്മനാമയാൽ കഥിക്കപ്പെട്ടത് പൂർവം മയാ ജ്ഞാതം, അത് മുമ്പെന്നെ എനിക്കറിയാം ഈ കഥയൊക്കെ അങ്ങ് എന്തിനാ അവതരിച്ച്. അതായത് ഭഗവാൻ ഈ വാക്കിനും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ഒക്കെ അതീതനായിട്ടുള്ള ശക്തിയാണ്, എല്ലാവരുടെയും അന്തര്യാമിയാണ്. സകലത്തിനെയും അതാത് സ്ഥാനത്ത് നിർത്തി ഈ ലോകയാത്ര തുടരാൻ സഹായിക്കുന്ന ഈ ലോകയാത്രയുടെ ആധാരമാണ്. അങ്ങ് എല്ലാം നടത്തിക്കുന്ന ആളാണ്, എല്ലാവിൻ്റെ നിയന്താവാണ്. അങ്ങനെയുള്ള അങ്ങയുടെ അധീനത്തിലുള്ള മായയിലത്തെ സത്വഗുണത്തിനെ മാത്രം സ്വീകരിച്ച് അങ്ങ് ശുദ്ധ സത്വഗുണസ്വരൂപിയായിട്ട് ഈ ദേഹം സ്വീകരിച്ചിട്ട് ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ പോലെ വിരാജിക്കുന്നു അല്ലേ. ഇത് അങ്ങയുടെ യോഗമായ വൈഭവമാണെന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഇക്ഷ്വാകു വംശത്തിലെ പുരോഹിതനായിട്ട് നിന്ദ്യവും അധപ്പതിക്കാൻ കാരണവുമായിരിക്കുന്ന ഈ ഉപജീവന മാർഗത്തിനെ
ഞാൻ അറിഞ്ഞു തന്നെ ഞാൻ ഇവിടെ ഉണ്ട്, അതൊക്കെ എനിക്കറിയാം. ഞാനൊരു ഗുരുവായിട്ട് ഇവിടെ വിലസുണു. സാക്ഷാൽ പരമാത്മാവ് ഇക്ഷ്വാകു വംശത്തിൽ രാമനായി അവതരിക്കുന്ന പണ്ട് ബ്രഹ്മാവ് പറഞ്ഞതിനെയും എനിക്കറിയാം. വസിഷ്ഠനെല്ലാം അറിയാം, ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നും അറിയാം. അതാണ് പറഞ്ഞത്. അന്തര്യാമീ ജഗദ്യാത്ര വാഹകസ്ത്വമഗോചര ശുദ്ധസത്വമയം ദേഹം ധൃത്വാ സ്വാധീന സംഭവം മനുഷ്യ ഇവ ലോകേസ്മിൻ ഭാസി ത്വം യോഗമായയാ പൗരോഹിത്യമഹം ജാനേ വിഗർഹ്യം ദൂഷ്യജീവനം. ഞാൻ പുരോഹിതനായിട്ടൊക്കെ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. അങ്ങ് ഇക്ഷ്വാകു വംശത്തിലെ ആ പരമാത്മ ചൈതന്യം തന്നെ ശുദ്ധ സത്വഗുണസ്വരൂപിയായി ദേഹം എടുത്ത് അങ്ങും വന്നിരിക്കുന്നു. ഇത് ഇക്ഷ്വാകു വംശത്തിൽ സംഭവിക്കുന്നുള്ള ബ്രഹ്മാവ് പറഞ്ഞത് എനിക്ക് മുമ്പ് തന്നെ അറിയാമെന്ന്. ഇക്ഷ്വാകൂണാം കുലേ രാമ പരമാത്മാ ജനിഷ്യതേ ഇതി ജ്ഞാതം മയാ പൂർവം ബ്രഹ്മണാ കഥിതം പുരാ. ഇനി 30. തതോഹമാശയാ രാമ തവ സംബന്ധകാംക്ഷയാ അകാർഷം ഗർഹിതമപി തവാചാര്യത്വസിദ്ധയേ. തഥാ അതുകൊണ്ട് രാമ, ഹേ രാമ, തവ സംബന്ധകാംക്ഷയ ആശയ അങ്ങയുടെ സംബന്ധത്തിൽ ആശ കൊണ്ട് തവ ആകാംക്ഷയും ആശയും തവ ആചാര്യത്വസിദ്ധായ അങ്ങയുടെ ആചാര്യഭാവം പ്രാപിച്ചുകൊണ്ട് ഗർഹിതം അഭി അകാർഷം നിന്ദ്യമാണെങ്കിലും ഞാൻ ചെയ്തു. ഞാനൊരു അങ്ങയുടെ പുരോഹിതന് അങ്ങയുടെ ഗുരു ആവുക എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിന്ദ്യമായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യണത്. കാരണം അങ്ങ് ആരാ? പരമാത്മാവ് തന്നെയാണ് അല്ലേ? അങ്ങനെ പരമാത്മാവിന് ഗുരു ഉണ്ടോ? എല്ലാവരുടെയും ഗുരുവായിട്ടുള്ള ഗുരുവിന് പിന്നൊരു ഗുരു ഉണ്ടോ? അതായത് ആത്യന്തികമായിട്ടുള്ള ഗുരുവാണ് അങ്ങയുടെ ഗുരു എന്നുള്ളൊരു സ്ഥാനമൊക്കെ വളരെ നിന്ദ്യയാണത്, പറയാൻ തന്നെ മടിയാണ്, ലജ്ജാവഹമാണ്. അതാണ് പറഞ്ഞത്, ഹേ രാമ, അങ്ങയുടെ സംബന്ധത്തിൽ, അതായത് അങ്ങ് എന്തൊക്കെ ചെയ്യാൻ പോണു എന്നുള്ള ആകാംക്ഷയോടും അത് കാണാനുള്ള ആഗ്രഹവും കൊണ്ട് ഞാൻ അങ്ങയുടെ ആചാര്യഭാവം ഒക്കെ നടിച്ച് ഞാൻ വളരെ നിന്ദ്യമായിട്ടുള്ളൊരു ലജ്ജയോടുകൂടി ഞാൻ അങ്ങയുടെ ആചാര്യനാണെന്ന് പറയുകയാണ്. നിന്ദ്യമാണെങ്കിലും ഞാൻ അങ്ങനെ ഒരു വേഷം ഇപ്പം കെട്ടി എന്ന് പറയുകയാണ്. തതോഹമാശയാ രാമ തവ സംബന്ധകാംക്ഷയാ ആകാർഷം ഗർഹിതമപി തവാചാര്യത്വസിദ്ധയേ. അതായത് ഭഗവാൻ മനുഷ്യൻ്റെ വേഷം എടുക്കുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ കുറേ വേഷം കെട്ടേണ്ടിരി, ദേവന്മാരാണായി കുരഞ്ഞന്മാരായി വന്നതെന്നൊക്കെ പറയൂലോ. അപ്പോൾ വസിഷ്ഠന് ആചാര്യനായിട്ടുള്ള വേഷം കെട്ടേണ്ടി വന്നു. ഭഗവാൻ മനുഷ്യവേഷം കെട്ടിയപ്പോൾ ബാക്കി പലർക്കും പല വേഷങ്ങളും കെട്ടേണ്ടി വന്നു. മഹാലക്ഷ്മിക്ക് സീതയായിട്ട് കെട്ടേണ്ടി വന്നു അല്ലേ? പിന്നെയോ എത്രയോ ദേവന്മാരാണത്രേ അവരാണ്. അങ്ങനെ എല്ലാവർക്കും ഓരോ വേഷങ്ങൾ. അതുപോലെ ഞാനിപ്പോൾ അങ്ങയുടെ ആചാര്യനായിട്ടുള്ള വേഷം കെട്ടി. ഈ 31, 32 തതോ മനോരഥോ മേദ്യ ഫലിതോ രഘുനന്ദന ത്വദധീനാ മഹാമായ സർവലോകൈകമോഹിനി മാം യഥാ മോഹയേന്നൈവ തഥാ കുരു രഘുദ്വഹ ഗുരുനിഷ്കൃതി കാമസ്ത്വം യതി ദേഹ്യേതദേവ മേ. തഥാ രഘുനന്ദന, അതുകൊണ്ട് ഹേ രാമ, മേ മനോരഥ അദ്യ ഫലിത, എൻ്റെ മനോരഥം ഇപ്പോൾ സാധിച്ചു. എന്താച്ചാൽ സർവലോകൈകമോഹിനി, സർവലോകങ്ങളെയും മോഹിപ്പിക്കുന്നതും തദധീന, അങ്ങയുടെ അധീനത്തിലിരിക്കുന്നതുമായ മഹാമായ യഥാം ന മോഹയേത്, എന്നെ എപ്രകാരമായാലാണ് മോഹിപ്പിക്കാത്തത്. രഘുദ്വ തഥാ കുരു, ഹേ രഘുത്തവ, ആ വിധം ചെയ്താലും തഥാ കുരുന്ന്, എന്നെ മഹാമായ മോഹിപ്പിക്കാത്ത വിധം അങ്ങ് ചെയ്താലും ത്വം ഗുരുനിഷ്കൃതി കാമഹ യതി, അങ്ങന്ന് ഗുരുവിൻ്റെ കടം തീർക്കാനാണ് ആഗ്രഹിക്കുന്നവനാണെങ്കിൽ ഏതത് ഏവമേ ദേഹി, ഇതുതന്നെ എനിക്ക് തന്നാലും. ഞാൻ അങ്ങയുടെ ഗുരുവായിട്ടൊക്കെ ഇപ്പോൾ അഭിനയിക്കുന്നുണ്ടല്ലോ, അതിനൊരു ദക്ഷിണ തരണം എന്ന് അങ്ങക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കണ ദക്ഷിണ എന്താ അറിയോ? ഏത് വിധമായാലാണ് മായ എന്നെ മോഹിപ്പിക്കാതിരിക്കുക, അതേ വിധത്തിൽ എന്നെ
നയിച്ചാലും എന്നെ അങ്ങനെ കാത്തു രക്ഷിക്കണം. എങ്ങനെ? ഞാൻ മായാമോഹിതനാവാതെ എന്നെ കാത്തു രക്ഷിക്കണം എന്നുള്ള ഒരു ഗുരുദക്ഷിണയാണ് ഞാൻ ഇപ്പം അങ്ങോട്ട് ചോദിക്കണം. ഞാൻ അങ്ങയുടെ ഗുരുവാണെന്ന് ഞാൻ പിന്നെ പിന്നെ നടിച്ച് അത് വളരെ നിന്ദ്യയായിട്ടുള്ള ജോലിയാണെങ്കിലും ഞാൻ അങ്ങയുടെ ഗുരുവായിട്ടുള്ള ഒരു ഭാവം സ്വീകരിച്ചുവല്ലോ. ഗുരുവാണെന്നുള്ള ഭാവം സ്വീകരിക്കുമ്പോൾ ഗുരുദക്ഷിണ വേണമല്ലോ. അങ്ങനെ ഗുരുദക്ഷിണ തരാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ പഠിപ്പൊക്കെ കഴിയുകയും ചെയ്തു. ഇപ്പോൾ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നതിന് മുമ്പ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞുല്ലോ. അപ്പോൾ അങ്ങനെ അങ്ങ് എനിക്കൊരു ഗുരുദക്ഷിണ തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കണത് എന്താ വെച്ചാൽ എന്നെ മായാമോഹിതനാക്കി വലയ്ക്കാതെ കാത്തു രക്ഷിക്കണേ എന്നുള്ള ആഗ്രഹമുള്ളൂ വസിഷ്ഠനെ. ഇതൊക്കെ ഈ ഒരു മുഖവരോട് കൂടിയിട്ടാണ് അവിടെ റിമൈൻഡ് ചെയ്യാൻ പോണത്. ആരെ? ഈ പിന്നെന്താണ് ദശരഥൻ പോയി പറയാൻ പറഞ്ഞല്ലോ നാളെ അഭിഷേകാന്ന്. അത് പറയണതിൻ്റെ മുമ്പത്തെ മുഖപുരയാണ് ഇതൊക്കെ. തതോ മനോരഥോ മേദ്യ ഫലിതോ രഘുനന്ദന ത്വദധീന മഹാമായ സർവലോകൈകമോഹിനി. ഈ ലോകത്തിനെ മുഴുവൻ മോഹിപ്പിക്കുന്ന ആ മായ എന്നെ മോഹിപ്പിക്കാതിരിക്കണം. അതാണ് എനിക്ക് വേണ്ട ഗുരുദക്ഷിണ. മാം യഥാ മോഹയേന്നൈവ തഥാ കുരു രഘുദ്വഹ ഗുരുനിഷ്കൃതി കാമസ്ത്വം യതി ദേഹ്യേതദേവമേ. ഇനിയോ 33. പ്രസംഗാത് സർവമപ്യുക്തം ന വാച്യം കുത്രചിന്മയാ രാജ്ഞാ ദശരഥേനാഹം പ്രേഷിതോസ്മി രഘുദ്വഹ. പ്രസംഗാത് സർവം അപി ഉക്തം. അതായത് പ്രകൃതി അനുസരിച്ച് പ്രകൃതത്തെ, അതായത് ഇപ്പോൾ പറയേണ്ടതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു. കുത്രചിത് മയ എന്ന വാച്യം ഇനി എന്നെക്കൊണ്ട് പറയാൻ പാടില്ല എന്നോ പാടുള്ളതല്ല എന്ന വാച്യം. രഘുദ്വഹ ഹേ രഘുപതേ രാജ്ഞാ ദശരഥന, രാജാവായ ദശരഥനാൽ അഹം പ്രേഷിത അസ്മി, ഞാൻ അയക്കപ്പെട്ടവനാകുന്നു. രാജാവ് എന്നെ അയച്ചതാണ്. ഈ പരമാർത്ഥമായിട്ടുള്ള സംഗതി മുഴുവനും ഞാൻ അങ്ങയോട് പറഞ്ഞുവല്ലോ. മറ്റൊരു ദിക്കിലും എനിക്കിത് തുറന്ന് പറയാൻ വയ്യ. അതായത് അങ്ങ് പരമാത്മാവും അങ്ങ് പരമാത്മാവിൻ്റെ മനുഷ്യരൂപത്തിൽ വന്നതാണ്. പിന്നെ ഇനിയിപ്പോൾ എന്താണ് രാവണവധത്തിന് പോവുകയാണ്. ഇതൊന്നും എനിക്ക് ഉറക്കെ പറയൂല. അങ്ങോട്ട് ഞാൻ ആ യഥാർത്ഥമായിട്ടുള്ള കാര്യം പറഞ്ഞു. അങ്ങ് എന്തിനാണ് അവതരിച്ചതെന്നും എന്താണ് അങ്ങയുടെ ഉദ്ദേശം എന്നും കാട്ടിലേക്ക് 14 കൊല്ലം പോവുമെന്നും സീതയെ രാവണൻ കട്ടുകൊണ്ട് പോവുമെന്നും അത് കാരണം സീതയെ നിമിത്തമാക്കിയിട്ട് രാവണനെ വധിക്കും, അതൊക്കെ എനിക്കറിയാം. അത് അങ്ങോട്ട് ഞാനിപ്പോൾ പറഞ്ഞു. പക്ഷേ എനിക്കിത് ഉറക്കെ പറയൂല. ഗോപ്യാണ്, ദേവന്മാരുടെ ഒരു രഹസ്യമാണത്. അത് കാരണം എനിക്ക് ഉറക്കെ പറയുക. അങ്ങോട്ട് ഞാൻ എല്ലാം ശരിക്കുള്ള യഥാർത്ഥമായിട്ടുള്ള അങ്ങയുടെ അവതാരോദ്ദേശമൊക്കെ ഞാൻ പറഞ്ഞു. എനിക്ക് വേറെ ആളോട് ഇത് പറയൂല. എന്താ കാരണം വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ദശരഥൻ എന്നെ ഇങ്ങോട്ട് അയച്ചിട്ട് ഞാൻ വന്നതാണ്. അതായത് അങ്ങയുടെ പിതാവായിട്ടുള്ള ദശരഥ മഹാരാജാവ് എന്നെ ഇങ്ങോട്ട് അയച്ചിട്ട് ഞാൻ വന്നതാണ്. പ്രസംഗാൽ സർവമപ്യുക്തം, ഞാൻ എല്ലാം അങ്ങോട്ട് പറഞ്ഞു യഥാർത്ഥമായിട്ടുള്ള. ന വാച്യം കുത്ര ചിന്മയ, ശരിക്കും വേറെ ആരോടും പറയാൻ പാടില്ല. രാജ്ഞാ ദശരഥേനാഹം പ്രേഷിതോസ്മി രഘുദ്വഹ. അതായത് ഞാൻ ദശരഥൻ അയച്ചിട്ട് വന്നതാണ്. ഇനി 34, 35, 36 ഒന്നിച്ചാണ്. ത്വമാമന്ത്രയിതും രാജ്യേ ശോഭിഷേക്ഷ്യതി രാഘവ അദ്യത്വം സീതയാ സാർദ്ധമുപവാസം യഥാവിധി. ഇനി ദശരഥൻ പറഞ്ഞത് പറയാണ്. കൃത്വാ ശുചിർഭൂമിശായി ഭവരാമ ജിതേന്ദ്രിയ ഗച്ഛാമി രാജസാന്നിധ്യം ത്വം തു പ്രാതർഗമിഷ്യസി ഇത്യുക്ത്വാ രഥമാരുഹ്യ യയൗ രാജഗുരുദ്രുതം രാമോപി ലക്ഷ്മണം ദൃഷ്ട്വാ പ്രഹസന്നിതമബ്രവീത്. മാമന്ത്രയിതും രാഘവ ഹേ രാമ ശ്വഹ, നാളെ. ഇനിയിപ്പോൾ ആ ദശരഥൻ പറയാൻ പറഞ്ഞ കാര്യം പറയാട്ടോ. രാമ ശ്വഹ മീൻസ് നാളെ. ത്വാം രാജ്യേ അഭിഷേക്ഷ്യതി, അങ്ങേ രാജാവായിട്ട് അഭിഷേകം ചെയ്യാണ്. ആമന്ത്രയിതും
അതറിയിക്കാനായിക്കൊണ്ട് അദ്യത്വം സീതയാസാർത്ഥം ഇന്ന് അങ്ങ് സീതയോടുകൂടി യഥാവിധി ഉപവാസം കൃത്വ ഉപവാസം അനുഷ്ഠിച്ചിട്ട് ശുചിഹി ജിതേന്ദ്രിയ ഭൂമിശായി ഭവ ശുദ്ധിയോടുകൂടിയും ജിതേന്ദ്രിയനായിട്ട് ഭൂമിയിൽ, അതായത് നിലത്ത് കിടക്കുന്നവനാവണം ഇന്ന് രാത്രി. അപ്പോൾ അങ്ങ് നാളെ അങ്ങയുടെ അഭിഷേകമാണ്, അതിന് തലേ ദിവസം ഉപവാസം അനുഷ്ഠിക്കണം. മാത്രമല്ല ജിതേന്ദ്രിയനായിട്ട് ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി എന്താണ് ഉപവാസം അനുഷ്ഠിച്ച് ശുദ്ധിയോടുകൂടി നിലത്ത് കിടന്നുറങ്ങണം. രാജസാന്നിധ്യം ഗച്ഛാമി, രാജസന്നിധാനത്തെ പ്രാപിക്കുന്നതിന് ത്വം തു പ്രാതഃ ഗമിഷ്യസി, അങ്ങന്ന് കാലത്ത് വരുമല്ലോ, ഞാൻ പോവുകയാണ്, ഇത് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ് പറഞ്ഞു. ഇതി ഉക്ത്വ, ഇപ്രകാരം പറഞ്ഞിട്ട് രാജഗുരു മീൻസ് കുലാചാര്യനായിട്ടുള്ള വസിഷ്ഠൻ രഥം ആരുഹ്യ, തേരിൽ കയറിയിട്ട് ദ്രുതം യയൗ, വേഗം പോയി. രാമനും ലക്ഷ്മണം ദൃഷ്ട്വ, ലക്ഷ്മണനെ കണ്ടിട്ട് പ്രഹസൻ ഇതം അബ്രവീത്, ചിരിച്ചുകൊണ്ട് ലക്ഷ്മണനോട് ഇങ്ങനെ പറഞ്ഞു. അതോ ആ പറയാനുള്ളത് ഇതുവരെ എല്ലാം പറഞ്ഞു സ്തുതിച്ചു അല്ലേ, അങ്ങാരാണ് ഞാനാരാണ്, ഇതുവരെ ഒരു പ്രഹസനാണെന്നൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വളരെ ചുരുക്കം വാക്കുകളിൽ വസിഷ്ഠൻ ദശരഥൻ്റെ ആ മെസ്സേജ് അങ്ങോട്ട് നൽകി. ചുരുക്കം വാക്കുകളിൽ അല്ലേ, ഇത്ര നേരം പറഞ്ഞതൊന്നും അതല്ല, അത് പറയാനാണ് വന്നത് വെച്ചാലും അത്ഭുതമല്ലേ. അതായത് ആ മുഖപുരയായിരുന്നു വളരെ വലുത് അല്ലേ. ഇനിയിപ്പോൾ ദശരഥൻ പറഞ്ഞത് ചുരുക്കി പറഞ്ഞു. എന്താ പറഞ്ഞത്? നാളെ അങ്ങയുടെ അഭിഷേകമാണ്, അങ്ങേ രാജാവാക്കി അഭിഷേകിക്കാൻ പോവുകയാണ് നാളെ. അതുകൊണ്ട് ഇന്ന് സീതയോടുകൂടി ഉപവാസം അനുഷ്ഠിച്ച് ശുദ്ധമായിട്ട് ഇന്ദ്രിയ ജയത്തോടു കൂടി നിലത്ത് കിടന്ന് ഉറങ്ങണം. ഇനി ഞാൻ രാജാവിൻ്റെ അടുത്തേക്ക് തന്നെ പോവുകയാണ്, അങ്ങനെ അഭിഷേകത്തിനായിട്ട് നാളെ രാവിലെ വരൂലോ എന്ന് പറഞ്ഞുല്ലോ. ത്വം തു പ്രാത ഗമിഷ്യസി, അങ്ങ് വരണേ രാവിലെ അഭിഷേകത്തിന് തയ്യാറായി കൊണ്ട്. ഇത് പറഞ്ഞ് വസിഷ്ഠൻ പോയി രഥത്തിൽ കയറിയിട്ട്. അപ്പം ലക്ഷ്മണനെ പോയി കണ്ടു. ഇപ്പം ലക്ഷ്മണൻ്റെ അന്തഃപുരത്തിൽ പോയിട്ടുണ്ടാവും ശ്രീരാമൻ. പെട്ടെന്നല്ലേ പറഞ്ഞാൽ നാളെ എന്നാ പറയണേ, ഒരു ഇത് മുമ്പ് പറയാതെ. അപ്പോൾ പോയി ലക്ഷ്മണനെ കണ്ടിട്ട് ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 34, 35, 36 വായിച്ച് 37 ചെയ്യാം കേട്ടോ. ത്വമാമന്ത്രയിതും രാജ്യേ ശോഭിഷേക്ഷ്യതി രാഘവ, അദ്യത്വം സീതയാ സാർദ്ധമുപവാസം യഥാവിധി കൃത്വാ ശുചിർഭൂമിശായി, നിലത്ത് കിടക്കണമെന്ന്. ഭവ രാമ ജിതേന്ദ്രിയ, അല്ല ഭവരമ, അതായത് സീതാസമേതനായിട്ട് ജിതേന്ദ്രിയനാവണം. അതായത് ഇന്ദ്രിയങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഇത് വേണമെന്ന്, ബ്രഹ്മചര്യം തന്നെ അനുഷ്ഠിക്കണം. ഗച്ഛാമി രാജസാന്നിധ്യം ത്വം തു പ്രാതർഗമിഷ്യസി, അങ്ങ് രാവിലെ വരൂ, ഞാൻ പോവുകയാണെന്ന്. ഇത്യുക്ത്വാ രഥമാരുഹ്യ യയൗ രാജഗുരുർ ദ്രുതം, വേഗം പോയി. രാമോപി ലക്ഷ്മണം ദൃഷ്ട്വ, ലക്ഷ്മണനെ കണ്ടിട്ട് പ്രഹസന്നിവം അബ്രവി, ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. എന്താ രാമൻ പറഞ്ഞത്? സൗമിത്രേ യൗവരാജ്യമേ ശോഭിഷേകോ ഭവിഷ്യതി നിമിത്തമാത്രമേവാഹം കർത്താ ഭോക്താ ത്വമേവ ഹി. എന്താ അറിയോ? സൗമിത്രേ, ഹേ ലക്ഷ്മണ, മേ യൗവരാജ്യേ ശ്വഃ അഭിഷേകഃ ഭവിഷ്യതി, എന്നെ യുവരാജാവായിട്ട് നാളെ അഭിഷേകം ചെയ്യും ലക്ഷ്മണ. അഹം നിമിത്തമാത്രമേവ, ഞാൻ വെറും ഒരു നിമിത്തം മാത്രമാണ്. കർത്താ ഭോക്താ ത്വമേവ ഹി, കർത്താവും ഭോക്താവും നീ തന്നെയാണെന്ന്. എന്താ പറയണ വെച്ചാൽ, ലക്ഷ്മണ നാളെ എന്നെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യും. ഞാൻ പേരിന് മാത്രം രാജ്യകാര്യം നടത്താനും ഈ രാജ്യത്തിലത്തെ രാജാവിൻ്റെ സുഖങ്ങൾ അനുഭവിക്കാനൊക്കെ നീയാണ് അവകാശി. ഞാനൊരു നിമിത്തം. എന്നെ രാജാവാക്കി അഭിഷേകം ചെയ്താലും എനിക്ക് കർത്തൃത്വവും ഭോക്തൃത്വം ഒന്നുമില്ല. നീ എന്നെ രാജ്യം ഭരിക്കും വേണം, രാജ്യസുഖങ്ങൾ അനുഭവിക്കും വേണമെന്ന് പറഞ്ഞു. അതായത് എന്താ വെച്ചാൽ
ഞാൻ പരമാത്മാവാണ്, എനിക്ക് കർത്തൃത്വബോധവും ഭോക്തൃത്വബോധവും ഇല്ല. അനന്തപാമ്പിൻ്റെ അവതാരമായിട്ടുള്ള ലക്ഷ്മണൻ അഹങ്കാരിയാണല്ലോ, അഹങ്കാരത്തിന് ദേവനാണല്ലോ സംഘർഷണൻ്റെ അവതാരമാണല്ലോ ലക്ഷ്മണൻ. അഹങ്കാരം ഉണ്ടെങ്കിലേ കർത്തൃത്വവും ഭോക്തൃത്വം ഉണ്ടാവുള്ളൂ. പരമാത്മാവ് അതിനൊക്കെ മീതല്ലേ. അപ്പോൾ ഈ ഇതിലെന്താ പറയണ ശ്രീരാമൻ ചാൽ, ഞാൻ പരമാത്മാവ് തന്നെയാണ്, ഞാൻ ഈ മായയ്ക്ക് അതീതനാണ്, എനിക്ക് അഹങ്കാരമില്ല. അപ്പോൾ എനിക്ക് കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ല. നിമിത്തകാരനായിട്ട് ഞാൻ ഒരു രാജാവാണെന്ന് പറയാന്നല്ലാതെ നീയ് അഹങ്കാരത്തിൻ്റെ ദേവതയായിട്ടുള്ള സംഘർഷണൻ്റെ അവതാരമല്ലേ. അപ്പോൾ നിനക്കാണ് കർത്തൃത്വവും ഭോക്തൃത്വവും, നീയ് രാജ്യം ഭരിക്കുകയും രാജസുഖങ്ങൾ അനുഭവിക്കുകയും വേണം എന്നാണ് പറയണത്. അത് അവനും പരമാത്മാവാണെന്ന് ഇൻഡയറക്റ്റ്ലി ലക്ഷ്മണനോട് പറഞ്ഞു. സൗമിത്രേ യൗവരാജ്യമേ ശോഭിഷേകോ ഗമിഷ്യതി നിമിത്തമാത്രമേവാഹം കർത്താ ഭോക്താ ത്വമേവ ഹി. അതാണ് അത് പറഞ്ഞു. ഓക്കെ, ഇനി 38. മമത്വം ഹി ബഹിപ്രാണോ നാത്ര കാര്യ വിചാരണ തതോ വസിഷ്ഠേന യഥാ ഭാഷിതം തത്തഥാ കരോത്. അപ്പം എന്താ പറയണ വെച്ചാൽ ഈ 38 മമ ബഹി പ്രാണഹ ത്വം ഹി, എൻ്റെ പുറമേയുള്ള ജീവൻ നീയാണ്. അത്ര വിചാരണോ എന്ന കാര്യ, ഇത് നിനക്ക് രണ്ടാമത് ആലോചിക്കാനില്ല, വിചാരിക്കേണ്ട ആവശ്യമില്ല. അത്ര വിചാരണം എന്ന കാര്യം വിചാരിക്കേണ്ട കാര്യമില്ല. തഥാ അതിനുശേഷം വസിഷ്ഠേന യഥാഭാഷിതം, വസിഷ്ഠനാൽ ഏത് വിധം പറയപ്പെട്ടുവോ തത് തഥാ അകരോത്, അത് അപ്രകാരം ചെയ്തു. എന്താ പറയണ വെച്ചാൽ, ഹേ ലക്ഷ്മണ, നീ എൻ്റെ ബാഹ്യജീവനാണ്. അതായത് ഞാൻ വെറും നിമിത്തം, നീ രാജ്യം ഭരിക്കുകയും രാജ്യഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്യണത്. ഇതിലിങ്ങ ആലോചനയൊന്നും വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, വസിഷ്ഠര് പറഞ്ഞ വിധം എന്തായാലും ഞാൻ ഉപവാസാദി വ്രതങ്ങളൊക്കെ ആചരിക്കുന്നുണ്ട്. വസിഷ്ഠർ പറഞ്ഞുല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്യണ്ട. പക്ഷെ ഞാൻ ശരിക്കും രാജാവാവണമില്ല, രാജഭോഗങ്ങൾ അനുഭവിക്കണമില്ല. അതൊക്കെ നീയാണ്, നിനക്ക് രണ്ടാമതൊരു ചിന്ത വേണ്ട എന്ന് പറയാണ്. അതാണ് ഇതിൽ പറഞ്ഞ. ഇനി നമുക്ക് 39ഉം 40ഉം കൂടി ചെയ്യാൻ പറ്റുമോ ഇല്ല തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം കേട്ടോ. ഹേ ലക്ഷ്മണ, അപ്പോൾ അത് 38 വായിക്കാം. മമത്വം ഹി ബഹിപ്രാണോ നാത്ര കാര്യ വിചാരണ തതോ വസിഷ്ഠേന യഥാ ഭാഷിതം തത്തഥാ കരോത്. അതാണ് പറയണത്. ഇനി എന്നിട്ടിപ്പം ഇതിൽ എന്താണ്, എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ കുറച്ചും കൂടി ഇതായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇതിൽ. പിന്നെ അതായത് മറ്റേതൊക്കെ പറയുന്നുണ്ട്. അതായത് വസിഷ്ഠൻ പറഞ്ഞത്, ലോകൈക മോഹിനി മോഹിപ്പിയായിക മാം ആചാര്യ നിഷ്കൃതി കാമൻ ഭവാൻ എങ്കിൽ ആശയം മായ മോഹിപ്പിയായിക മേ ത്വൽപ്രസംഗാൽ സർവമുക്തമിപ്പോളിത് മുപ്രവക്തവ്യം മയാ രാമ കുത്രച്ചിൽ. അതെങ്ങനെ, അതായത് എനിക്ക് ഗുരുദക്ഷിണയായിട്ട് എന്നെ മായാമോഹിതനാക്കരുതെന്നൊക്കെ പറയുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ലക്ഷ്മണൻ പറയണത് എങ്ങനെ അറിയോ പറയണത്, ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി. ലക്ഷ്മണനോട് പറയുക ശ്രീരാമൻ, എന്താ, താതനെനിക്കഭിഷേകമിളമയായി മോദേന ചെയ്യൂമടുത്ത നാൾ നിർണയം തത്ര നിമിത്തമാത്രം ഞാനതിനൊരു കർത്താവൂ നീ രാജ്യഭോക്താവും നീ അത്രേ. ശരിക്കും തന്നെ പറഞ്ഞു അല്ലേ. വത്സ മമത്വം പ്രാണനാകയ നീ എൻ്റെ ബഹിപ്രാണനാണെന്ന്, പുറത്തുള്ള പ്രാണനാണ്. ഉത്സവത്തിനു കോപ്പിട്ടു കൊൾകാശു നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ലിതിന്നു നമ്മോടാരും. ഒന്നും ആലോചിക്കണ്ടെന്ന്.
ഇത്തരം ഓരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ ഗേഹം പ്രവിശ്യ വസിഷ്ഠൻ. ഇപ്പം നമ്മൾ അത്രയാണ് പറഞ്ഞത് അല്ലേ? അതായത് ലക്ഷ്മണനോട് ശ്രീരാമൻ പറഞ്ഞു, എന്താ, ഞാൻ വെറുതെ ഒരു നിമിത്തമാത്രം ഞാനതിനൊരു കർത്താവ് നീ, രാജ്യ ഭോക്താവ് നീ അത്രയെന്ന് പറഞ്ഞു. നമുക്കിവിടെ പറഞ്ഞു നിർത്താം കേട്ടോ. അപ്പോൾ ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.